أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون. സത്യനിഷേധികളുടെ സ്ഥിതി വിളിയും തെളിയുമല്ലാതെ മറ്റു യാതൊന്നും കേൾക്കാത്ത ജന്തുക്കളോട് ശബ്ദിക്കുന്നവന്റെ സ്ഥിതി പോലെയാകുന്നു. ബധിരരും മൂകരും അന്ധരുമത്രേ അവർ, തന്മൂലം അവർ ഗ്രഹിക്കുകയില്ല. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അല്ലാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ വഴിപാടാക്കപ്പെട്ടവയും മാത്രമാണ് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ മനഃപൂർവം നിയമം ലംഘിക്കാതെയും അതിരുകടക്കാതെയും വല്ലവനും അത്തരം വസ്തുക്കൾ ഭക്ഷിക്കുന്നതിന് നിർബന്ധിതനായി പോയെങ്കിൽ അവന്റെ പേരിൽ കുറ്റമൊന്നുമില്ല. തീർച്ചയായും അല്ലാഹു സർവദാ പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമത്രേ. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. അല്ലാഹു തന്റെ ഗ്രന്ഥത്തിലൂടെ ഇറക്കിയ അധ്യാപനങ്ങളെ മറച്ചുവെക്കുകയും അതിനു പകരമായി നിസ്സാര വില വാങ്ങുകയും ചെയ്യുന്നവർ തങ്ങളുടെ ഉദരങ്ങളിൽ അഗ്നിയല്ലാതെ തിന്നു നിറക്കുന്നില്ല. പുനരുത്ഥാന നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. അവൻ അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار. സന്മാർഗത്തിനു പകരം ദുർമാർഗത്തെയും പാപമുക്തിക്കു പകരം ശിക്ഷയെയും ക്രയം ചെയ്തവരത്രേ അവർ. നരകത്തിൽ അവരുടെ സഹനശക്തി എത്ര അത്ഭുതം! ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. അതിനു കാരണം അല്ലാഹു ഈ ഗ്രന്ഥത്തെ സത്യസമ്പൂർണമാം വിധം അവതരിപ്പിച്ചിരിക്കുന്നു എന്നതു തന്നെയാണ്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുള്ളവരാകട്ടെ നിശ്ചയമായും അങ്ങേയറ്റത്തെ ശത്രുതയിലാകുന്നു. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه
وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കും പടിഞ്ഞാറും തിരിക്കുന്നത് പുണ്യമൊന്നുമല്ല. എന്നാൽ അല്ലാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും അവനോടുള്ള സ്നേഹം നിമിത്തം അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാരനും ധനസഹായം ആവശ്യപ്പെടുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ധനം നൽകുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ പാലിക്കുകയും കഷ്ടപ്പാടിലും ദുരിതാവസ്ഥയിലും യുദ്ധാവസരത്തിലും സഹനം കൈകൊള്ളുകയും ചെയ്യുന്നവരത്രേ സാക്ഷാൽ പുണ്യവാന്മാർ. അവർ സത്യം പാലിച്ചവരാണ്. അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തന്മാർ.